നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ദ ഹിന്ദു പത്രത്തിലെയും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും ചില പ്രധാന വിവരങ്ങളാണ്. പ്രത്യേകിച്ച് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ശരി. ഇന്ന് 2025 ജൂലൈ 19. ശരി. അപ്പോ ഓർക്കുക, ഇത് ഇന്നത്തെ വാർത്തകളുടെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് കേട്ടോ. അതെ, ഒരു ക്വിക്ക് ഓവർവ്യൂ. അതെ. കൂടുതൽ ആഴത്തിലുള്ള വിശകലനം, അതായത് ഇന്നത്തെ സമകാലിക സംഭവങ്ങളുടെ പൂർണ്ണമായ വീഡിയോ കാണണമെങ്കിൽ ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ ലഭ്യമാണ്. പ്രതിമാസം 300 രൂപയാണ് അതിന്റെ നിരക്ക്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പലരും ആവശ്യപ്പെട്ട പോലെ വാർത്താ വിശകലനത്തിന് മാത്രമായിട്ട് ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു. 159 രൂപയുടേതാണ്. പക്ഷേ അതിൽ ചില പരിമിതികളുണ്ട്. എന്താണത്? ഈ പ്ലാനിൽ 2025 ജൂലൈ 16 വരെയുള്ള വാർത്താ വിശകലനങ്ങൾ മാത്രമേ കിട്ടൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതെ. അപ്പോ ശരി, നമുക്കിന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് വേഗം കടക്കാം. തുടങ്ങാം. ആദ്യത്തെ വാർത്ത, അമേരിക്ക TRFനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചാണ്. എന്താണ് ഈ TRF? TRF, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. അമേരിക്ക ഇതിനെ 2 കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, വിദേശ ഭീകര സംഘടന അഥവാ FTO. ഓക്കെ. പിന്നെ പ്രത്യേകമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആഗോള ഭീകരവാദി SGTO. ശരിക്കും പറഞ്ഞാല് ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബ LET ഇല്ലേ, ലഷ്കർ, അവരുടെ ഒരു പ്രോക്സി സംഘടനയാണ്. അതായത് ഉപരോധങ്ങളൊക്കെ മറികടക്കാനുണ്ടാക്കിയ ഒരു മുന്നണി സംഘടന. പേര് മാറ്റിയിട്ട്. അതെ. ഇന്ത്യ ഇത് നേരത്തെ തന്നെ UAPയെ വെച്ച് നിരോധിച്ചതാണ്. ഓക്കെ. അപ്പോ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രിലിംസിനും മെയിൻസിനും? പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ, ഒന്ന്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് India-US ബന്ധം. ശരി. പിന്നെ ആഭ്യന്തര സുരക്ഷ. അതിൽ ഈ പ്രോക്സി എന്ന ആശയം, UAPA നിയമം, പിന്നെ UN ഖലമങ്ങൾ. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-ല് ഇന്ത്യയും അയൽപക്കവും ഉഭയകക്ഷി കരാറുകൾ ഇതൊക്കെ വരും. ഓക്കെ. പിന്നെ GS പേപ്പർ 3-ലാണെങ്കിൽ സുരക്ഷാ വെല്ലുവിളികൾ, അതിർത്തി കടന്നുള്ള ഭീകരവാദം, പിന്നെ ഭീകര സംഘടനകൾ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുന്നത്. അത് പ്രധാനമാണല്ലോ. അതെ. അതിനെ നേരിടാൻ അന്താരാഷ്ട്ര സഹകരണം എത്രത്തോളം വേണം, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ശരി. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? യൂറോപ്യൻ യൂണിയൻ ഒരു ഇന്ത്യൻ റിഫൈനറിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഗുജറാത്തിലെ നയാര എനർജി ലിമിറ്റഡ്. നയാര. അതെ. അതിനെയാണ് EU ഉപരോധ പട്ടികയിൽ, സാങ്ഷൻ ലിസ്റ്റിൽ പെടുത്തിയത്. എന്താ കാരണം? കാരണം എന്താച്ചാൽ റഷ്യൻ ഗവൺമെന്റിന്റെ കമ്പനിയായ റോസ്നെഫ്റ്റിന് ഇതിൽ ഓഹരിയുണ്ട്. റോസ്നെഫ്റ്റ്. അതെ. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണയ്ക്ക് EU ഒരു വിലപരിധി, അതായത് ഓയിൽ പ്രൈസ് ക്യാപ്പ് വെച്ചിരുന്നല്ലോ. വച്ചിരുന്നു. അത് EU വീണ്ടും കുറച്ചു. അതോടൊപ്പം റഷ്യൻ ക്രൂഡിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ ഇതിന്റെ UPSC പ്രസക്തി, ഊർജ്ജ സുരക്ഷ ഇത് ബാധിക്കുമോ? തീർച്ചയായും. പ്രിലിംസിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഭാഗത്ത് EU, G7, പിന്നെ റഷ്യ-ഉക്രൈൻ സംഘർഷം. ഈ ഓയിൽ പ്രൈസ് ക്യാപ്പ് എന്ന ആശയം പ്രധാനമാണ്. G7 കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണത്. എന്തിനാണത്? 2 ലക്ഷ്യങ്ങളാ. ഒന്ന്, റഷ്യയുടെ വരുമാനം കുറയ്ക്കുക. 2, ആഗോള എണ്ണ വിപണി ഒരു സ്ഥിരത കൊണ്ടുവരിക. ശരി. പിന്നെ ഇന്ത്യൻ എക്കണോമി ഭാഗത്ത് ഊർജ്ജ സുരക്ഷ, റിഫൈനറികൾ, ഇതൊക്കെ വരും. മെയിൻസിന് GS പേപ്പർ 2-ല് വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചോദ്യം വരാം. GS പേപ്പർ 3-ല് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഊർജ്ജം എന്ന ഭാഗത്തും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയുണ്ടല്ലോ. തന്ത്രപരമായ സ്വയംഭരണാവകാശം. അതെ. അതും നമ്മുടെ ഊർജ്ജ സുരക്ഷാ ആവശ്യങ്ങളും പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധവും ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതിലെ വെല്ലുവിളികൾ, അത് പ്രധാനമാണ്. ഓക്കെ. അടുത്തത് ഒരു പുതിയ സർക്കാർ പദ്ധതി, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, PMDKY. PMDKY ഇതൊരു അംബ്രല്ല സ്കീമാണ്. അതായത് ഒരു കുടക്കീഴ് പദ്ധതി. അപ്പോൾ പലതും ഒന്നിച്ചാക്കിയോ? അതെ. 11 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് നിലവിലുള്ള ഏകദേശം 36ഓളം സ്കീമുകൾ 36 ഇതിലേത്ത് സംയോജിപ്പിക്കുകയാണ്. PM കിസാൻ, PMFBY പോലുള്ള വലിയ പദ്ധതികളൊക്കെ ഇതിൽ വരും. പിന്നെ ഒരു കാര്യം, പിന്നോക്കം നിൽക്കുന്ന ഒരു 100 ജില്ലകൾ, ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ്.
ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം. അതെ, അവിടെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ UPSC പ്രസക്തി എന്താണ്? പ്രിലിംസിന് ഗവൺമെന്റ് സ്കീംസ് എന്ന ടോപ്പിക്കില് ഇത് എന്തായാലും വരും. PMDDKY, PM കിസാൻ ഒക്കെ നോക്കണം. ഓക്കെ. പിന്നെ കൃഷി, ഇന്ത്യൻ എക്കണോമിയിലെ പൊതുചെലവൊക്കെ, പദ്ധതികളുടെ സംയോജനം അല്ലെങ്കിൽ കൺവേർജൻസ് ഓഫ് സ്കീംസ്, പിന്നെ ഈ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം എന്താണെന്നും ഓർത്തുവെക്കണം. മെയിൻസിന് GS പേപ്പർ 2-ൽ ഗവേണൻസ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അവിടെ വരും. GS പേപ്പർ 3-ൽ ബജറ്റിംഗ്, കാർഷിക സബ്സിഡികൾ, ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാർഷിക മേഖലയിലെ പൊതുചെലവർ കുറഞ്ഞു വരുന്നു എന്നൊരു വിമർശനം ഇപ്പോഴുണ്ട്. ശരിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സംയോജനം വരുന്നത്. പിന്നെ ഇതിന്റെ വിജയം ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ സഹകരണം എത്രത്തോളം ആവശ്യമാണ് എന്നതും ഒരു പ്രധാന ചർച്ചാവിഷയമാണ്. ശരി. അടുത്തത് ഇന്ത്യയിലെ അസമത്വം. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അസമത്വം കൂടുന്നു എന്നാണല്ലോ. പക്ഷേ ഇത് തിരിച്ചാണെന്ന് പറയുന്നൊരു പഠനം. അതെ, അതൊരു ശ്രദ്ധേയമായ വാദമാണ്. പൊതുവെയുള്ള ധാരണയ്ക്ക് വിപരീതമായിട്ട് ഇന്ത്യയിൽ അസമത്വം കൂടുകയല്ല, കുറയുകയാണ് എന്ന് ഈ ലേഖനം പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? 2 പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലോകബാങ്ക് റിപ്പോർട്ട്. അതനുസരിച്ച് ഇന്ത്യയിൽ കടുത്ത ദാരിദ്ര്യം ഏതാണ്ടില്ലാതായി. 2, ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ HCES. അതിലെ ഡേറ്റ അനുസരിച്ച് ഉപഭോഗത്തിലെ അസമത്വം, അതായത് കൺസംഷൻ ഇനീക്വാലിറ്റി, അത് കുറഞ്ഞു. അസമത്വം അളക്കാനുള്ള ഒരു സൂചകമാണല്ലോ ഗിനി ഗുണാങ്കം അഥവാ ജിനി കോഎഫിഷ്യന്റ്, അതും കുറഞ്ഞു എന്നാണ് കണ്ടെത്തൽ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ പരീക്ഷാർത്ഥികൾ എന്ത് മനസ്സിലാക്കണം? ഈ വരുമാന അസമത്വവും ഉപഭോഗ അസമത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്, അത് പ്രധാനമാണ്. പ്രിലിംസിന് ഇന്ത്യൻ ഇക്കോണമിയിൽ ദാരിദ്ര്യം, അസമത്വം, ഗിനി ഗുണാങ്കം, HCES, ക്ഷേമ പദ്ധതികളൊക്കെ പഠിക്കണം. ഇവിടെ ഈ ഉപഭോഗ അസമത്വം, കൺസംഷൻ ഇനീക്വാലിറ്റി, വരുമാന അസമത്വം, ഇൻകം ഇനീക്വാലിറ്റി എന്നിവ തമ്മിലുള്ള വ്യത്യാസം അറിയണം. പിന്നെ പോസ്റ്റ് ടാക്സ് പോസ്റ്റ് ട്രാൻസ്ഫർ ഇൻകം എന്നൊരു കോൺസെപ്റ്റ്, അതായത് ടാക്സ് കഴിഞ്ഞിട്ട് സർക്കാർ നൽകുന്ന സബ്സിഡി, മറ്റു സഹായങ്ങളൊക്കെ കിട്ടിയ ശേഷമുള്ള വരുമാനം, അതുവച്ച് നോക്കുമ്പോൾ അസമത്വം കുറവാണെന്നാണ് വാദം. ശരി. മെയിൻസിന് GS പേപ്പർ 1-ൽ സാമൂഹിക പ്രശ്നങ്ങൾ, GS പേപ്പർ 3-ൽ ഇന്ത്യൻ ഇക്കണോമി, ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ അസമത്വം അളക്കുന്ന രീതികൾ, HCS വേഴ്സസ് വേൾഡ് ഇനീക്വാളിറ്റി ലാബ് പോലുള്ളവ, അവയുടെ വ്യത്യാസങ്ങൾ, സർക്കാർ പദ്ധതികളുടെ യഥാർത്ഥ ഇംപാക്റ്റ്, ഇതൊക്കെ വിശകലനം ചെയ്യേണ്ടി വരും. അവസരങ്ങളിലെ അസമത്വവും ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയും ഒരു പ്രധാന വിഷയമാണ്. അടുത്ത വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഒരു മഹാമാരി ഉടമ്പടി അമേരിക്ക തള്ളിക്കളഞ്ഞു. അതെ, WHO പാൻഡമിക് പാക്ട്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മഹാമാരികളെ ഒരുമിച്ച് നേരിടാൻ വേണ്ടി WHO അംഗരാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു നിയമപരമായ ഉടമ്പടിയായിരുന്നു അത്. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഏറ്റവും പ്രധാന ലക്ഷ്യം വാക്സിനുകളും മരുന്നുകളും ഒക്കെ എല്ലാ രാജ്യങ്ങൾക്കും, പാവപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ, തുല്യമായി ലഭ്യമാക്കുക എന്നതായിരുന്നു. ഇക്വിറ്റബിൾ ആക്സസ്. എന്നിട്ട് അമേരിക്ക എന്തുകൊണ്ട് പിന്മാറി? അവർ നേരത്തെ തന്നെ WHO-യിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഉടമ്പടി തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്. ഇത് ആഗോള ആരോഗ്യ സഹകരണത്തിന് ഒരു തിരിച്ചടി ആവില്ലേ? ഇന്ത്യയെ എങ്ങനെ ബാധിക്കാം? തീർച്ചയായും തിരിച്ചടിയാണ്. പ്രിലിംസിന് WHO പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര കരാറുകൾ, പൊതു ആരോഗ്യം എന്നിവ പ്രധാനമാണ്. ഈ തുല്യമായ ലഭ്യത, ഇക്വിറ്റബിൾ ആക്സസ്, പിന്നെ വാക്സിൻ ദേശീയത, വാക്സിൻ നാഷണലിസം പോലുള്ള ആശയങ്ങൾ ഓർക്കണം. മെയിൻസിന് GS പേപ്പർ 2-ൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പങ്ക്, വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ, ആരോഗ്യമേഖല, ഇതൊക്കെ വരും. ഈ തീരുമാനം ഗ്ലോബൽ ഹെൽത്ത് കോഓപ്പറേഷനെ എങ്ങനെ ദുർബലപ്പെടുത്തും? ശരിയാണ്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ? ഒരുപക്ഷെ ഇത് പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ആത്മനിർഭരതയുടെ പ്രാധാന്യം കൂട്ടുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അവസാനത്തെ വാർത്തയിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയ ഇടനിലക്കാരുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കോടതിയിൽ കാണിച്ചുവെന്ന് കേട്ടു. അത് കർണാടക ഹൈക്കോടതിയിലാണ് നടന്നത്. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ എന്തെളുപ്പമാണ് എന്ന് കാണിക്കാനാണ് സർക്കാർ അത് ചെയ്തത്. ഏത് കേസിന്റെ ഭാഗമായിട്ടായിരുന്നു? എക്സ്,
അതായത് പഴയ ട്വിറ്റർ. അവർ നൽകിയ ഒരു ഹർജി പരിഗണിക്കവെയാണ് IT ആക്ട് സെക്ഷൻ 79 അനുസരിച്ച് സർക്കാർ നൽകുന്ന ബ്ലോക്കിംഗ് ഓർഡറുകളെ എക്സ് ചോദ്യം ചെയ്തിരുന്നു. സെക്ഷൻ 79. അതെ, സെക്ഷൻ 79. അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇടനിലക്കാർ ഇന്റർമീഡിയറീസ് എന്ന നിലയിൽ ഒരു നിയമപരമായ പരിരക്ഷ നൽകുന്നുണ്ട്. സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. സേഫ് ഹാർബർ. സർക്കാരിന്റെ സഹയോഗ് പോർട്ടലിനെയും എക്സ് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തം സംബന്ധിച്ചുള്ള തർക്കമാണ് നടക്കുന്നത്. അപ്പൊ പ്രിലിംസിനെ ഇതിലെന്തൊക്കെ നോക്കണം? ഇന്ത്യൻ പോളിറ്റി ഭാഗത്ത് IT നിയമം, പ്രത്യേകിച്ച് ഈ സെക്ഷൻ 79, ഇടനിലക്കാർ എന്നതിന്റെ നിർവചനം, അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 19, ഓക്കെ. പിന്നെ സയൻസ് ആൻഡ് ടെക്കിൽ സോഷ്യൽ മീഡിയ, സൈബർ സുരക്ഷ, പിന്നെ സോളിസിറ്റർ ജനറൽ എന്ന പദവി, അതൊരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണോ എന്നൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ. ശരി. അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകളുടെ വിശകലനം ഏകദേശം പൂർത്തിയായി. അതെ. വളരെ നന്ദി. ഏറ്റവും പുതിയ വിശകലനങ്ങളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസം.